ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇൻ അനദർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എൻ്റെ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു അൽക്കുലത്ത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്തും ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ എളാമൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ അനിയൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അറബിക് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ബല്ലാ ബല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബല്ലാ ബല്ല വെച്ചാൽ നമ്മൾ പഞ്ചാബി ഹൗസിലത്തെ ആ ഒരു പാട്ടില്ലേ, അതിൻ്റെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ച ആളില്ലേ, ആളെ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ അടുത്ത അവസരം വന്നിരിക്കുകയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഡാൻസ് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് തറവാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഗേൾസ് എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിലുള്ളവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം കുറച്ച് ഡാൻസൊക്കെ പഠിച്ചു കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ തറവാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ മീൻ പൊരിച്ചതും പിന്നെ തൈര് കാര്യങ്ങൾ അങ്ങനെ അച്ചാറ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെയും നമുക്ക് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസം കേട്ടോ നമ്മൾ ഈ ഡാൻസ് പ്രാക്ടീസിനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പൊതുവെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുട്ടികളെ സ്കൂളിലാക്കി വരണം എന്നല്ല വിചാരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിചാരിച്ചു കുട്ടികളെ കൂട്ടിയിട്ട് വരാമെന്ന്. കാരണം ചൂസിന് ഒരു 3:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ വിടും. അപ്പോൾ എന്തായാലും എനിക്ക് വീട്ടിലെത്താൻ പറ്റില്ല. അപ്പോൾ അവനോട് ഒറ്റക്കായി പോകില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും കുട്ടികൾക്ക് സ്കൂളില്ലാത്തപ്പം തന്നെ വന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ടാൾക്കാർക്ക് പിന്നെ റെസ്റ്റ് ഇല്ല കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കളിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു ഏതായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് കൊളുത്തി പിടിക്കുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ കളിക്കാമെന്ന്. പക്ഷേ ഇവർ വിട്ടെടുക്കൂല കേട്ടോ. ഇവർ കുറച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല പ്രാക്ടീസിലാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുള്ളത്, നമ്മൾ ഇന്നോസിനെ കൂട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്നോസിന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. തലേന്ന് നല്ല പനിയും കാര്യങ്ങളായിട്ട് നമ്മൾ വരാൻ കഴിയില്ലെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉമ്മൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ടോ. എൻ്റെ ഉമ്മൻ്റെ അടുത്താകുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു സമാധാനമാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും. ഒരു 3-4 ദിവസമൊക്കെ ആയിട്ട് ആൾക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ രാത്രി മാത്രം പനിക്കുക, പകലങ്ങനെ പനിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൾ നല്ല ഉഷാറിലൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും 101 ഡിഗ്രി പനി കൂടി അങ്ങനെ ബുദ്ധിമുട്ടായിട്ടോ. അപ്പോഴേക്കൊക്കെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്നെ വിളിച്ചു കേട്ടോ, വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ 3 കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ. കാരണം അവനെയും കൊണ്ട് പോകുന്നുണ്ടപ്പോൾ ഒരു 2 അതും പോയിട്ടൊക്കെ എൻ്റെ കൂടെ. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്തു. പിന്നെ യൂറിനും കൂടി ടെസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് എന്നെ വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവനടുത്തിയപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂറിൻ എടുക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിന്നെ അവന് പനിയൊക്കെ നോക്കിയപ്പോൾ അവിടെ നിന്ന് തന്നെ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ, അവന് പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉമ്മൻ്റെ അടുത്ത് ആക്കി കൊടുത്തപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവനവിടെ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഉമ്മൻ്റെ അടുത്ത് അവന് ഇഷ്ടമാണ് കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനാണ് ഇവരോട് വരാമെന്ന് ഏറ്റവും പോയിട്ടോ. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നമുക്കൊരു പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഗേൾസ് ഓൺലി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ ഇവരെന്നെ പനിക്കിടുകയും ചെയ്യും. കാരണം നമുക്ക് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല പഠിക്കാനായിട്ട്. 1-2 ആഴ്ചയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ 1 ആഴ്ച കൂടി ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ നമ്മളിപ്പോൾ 1 ആഴ്ച പിന്നിട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആക്കാൻ പറ്റിയത്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നമ്മളെ ക്ഷീണം തീർക്കാൻ വേണ്ടി സിറാക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ കൊണ്ടുത്തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ കൊല്ലത്തേക്ക് വന്നതാണ്, ടൗണിലേക്ക് വന്നതാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡ്രസ്സല്ല, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അനിയൻ്റെ വൈഫിനും കൂടി ഡ്രസ്സിൻ്റെ ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. കാരണം വെച്ചാൽ എല്ലാവരും ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തലേന്നത്തേക്കാണ് ഡ്രസ് കോഡ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രീൻ കളറിലാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഷാനിക്കുള്ള ഡ്രസ്സിൻ്റെ ആ ഒരു മെറ്റീരിയൽ തുണി തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 കൂടി ആ ഒരു ഡ്രസ് കോഡ് തന്നെ എടുക്കണം എന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 2 കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ, അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വേറെ ഷോപ്പിലൊക്കെ പോയിട്ടോ വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ് കോഡിൻ്റെ സംഭവം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ഈ ഒരു തുണി തിരിഞ്ഞ് ഇവിടെ വരണ്ടാന്ന്. ഹിന്ദിക്കാരാണ് കേട്ടോ. ഒരു നിമിഷം നമ്മൾ വിചാരിച്ചു നമ്മൾ ഗുജറാത്തിലോ അല്ല ഉത്തർപ്രദേശിലൊക്കെ എത്തിപ്പോയിന്ന്. കാരണം ഫുൾ ഹിന്ദി മയം.
അങ്ങനെ ഞാൻ പിന്നെ ഷോൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾ സെലക്ട് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര റേറ്റ് ഗൈസ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ അത് അവിടെ തന്നെ തിരിച്ച് വെച്ചു. പിന്നെ ഞാൻ വേറൊരു ഷോൾ എടുത്ത് സെലക്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നല്ല നമ്മളോട് നല്ല സഹകരണമായിരുന്നു കേട്ടോ. നല്ല സംസാരവും കാര്യങ്ങളും. ഹിന്ദി നമുക്ക് അറിയില്ലെങ്കിലും കൂടി അവരിങ്ങനെ പറഞ്ഞ് നമ്മളോട് മലയാളം അങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട്. അവർക്ക് നല്ലോണം മലയാളം അറിയാം കേട്ടോ. നമുക്കിങ്ങനെ തപ്പി നമ്മൾ ഹിന്ദി പറയുന്നു. അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഷോളും പിന്നെ പാൻറ്റിൻ്റെ മെറ്റീരിയൽസും പിന്നെന്താ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീണ്ടും. അപ്പോൾ ഒരു മഹരിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ നമുക്ക് പോകാനും പറ്റിയില്ല. ഒക്കെ അവിടെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അവിടെ പരിപാടി കയറ്റതാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ചായ കുടിക്കുകയാണ്. ബീവി എന്തൊക്കെയോ എൻ്റെ വായിൽ തിരികെ തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ മാഷി ചായ കൊയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ, എന്നെ മാത്രം ഫ്ലാഷിൻ്റെ വെളിച്ചത്തിൽ എടുക്കണില്ല, ചായ വയ്ക്കണമൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്, എന്നെ മാത്രം എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പരാതി തീർക്കാൻ വേണ്ടി ഞാൻ നല്ല ഫ്ലാഷ് അടിച്ചെടുത്തിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ ഡാൻസറിനെ കണ്ടിട്ട് തൃപ്തി അടിയാണ് ഗൈസ്. നമ്മൾ കളിച്ച് തന്നെ അടിപൊളിയാക്കി എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം പുകഴ്ത്താണ്, നമ്മൾ പൊക്കി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ മോനൂസ് ഒരു സൈഡായിട്ടുണ്ട് കേട്ടോ. പാവം കുട്ടി പകൽ ഫുള്ള് അധ്വാനമായിരുന്നില്ലേ, സൈക്കിളിലുള്ള കളിയും ഓടിക്കളിയും വണ്ടിക്കളിയും എല്ലാ കളിയും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സൈഡായി പോയതാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ പോയ സമയത്ത് ആൾ വന്ന് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി കുറേ വാശി പിടിച്ച് കരഞ്ഞു കേട്ടോ. പക്ഷേ കുട്ടികളെല്ലാവരെയും കൂടി കൂട്ടിയാൽ നമ്മൾ അവിടെ നിന്ന് സ്വീപ്പാവും. അതുകൊണ്ടിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെ പ്രോഗ്രാം ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതാക്കന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി സിറാക്കൻ്റെ അടിപൊളി ഡാൻസും മാമൻ്റെ കൈമുട്ടിക്കളിയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തകൃതിയായിട്ട് എടുക്കുന്നുണ്ട്. ഇക്കന്നെ പാട്ടും പിന്നെ പ്രോഗ്രാമിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ നമുക്കാണ് ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. നമ്മൾ പെണ്ണുങ്ങളെല്ലാം കൂടി പാഞ്ഞ് അവിടെ എത്തിയിട്ടോ പ്രോഗ്രാം കാണാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കണ്ടു. പിന്നെ അങ്ങനെ ഓരോരുത്തർ എണീറ്റ് പോലൊക്കെ ആയി. പക്ഷെ എന്നാലും എനിക്ക് എണീറ്റ് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ബീവിയൊക്കെ അതിൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഉദയും പിന്നെ സായിച്ചൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചാണല്ലോ പോകേണ്ടത്. ഇക്കൻ്റെ ഓട്ടോയിലാണല്ലോ പോകേണ്ടത്. അപ്പം സായിച്ചനെ കാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സായിച്ച ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാണുന്നുണ്ടെങ്കിൽ പരിപാടിൻ്റെ ആ പാട്ടിലങ്ങനെ ലയിച്ച് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ പാട്ടും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊന്നും പേരൊന്നും എനിക്കറിയില്ല, ഒക്കെ അറിയട്ടെ എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിനി കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദാൻ ടേക്ക് കെയർ, ബൈ.